ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പല ആളുകളും ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻഷുറൻസിന്റെ വാല്യൂ മനസ്സിലാക്കാതെ പറയാറുണ്ട്, ഈ പ്രീമിയം എനിക്ക് അഫോർഡബിൾ അല്ല എന്ന്. എനിക്ക് അത്തരം ആളുകളോട് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ചെറിയ പ്രീമിയം അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ എക്സ്പെൻസ് എങ്ങനെ അഫോർഡബിൾ ആകും? നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിലും തുടർന്നും ആ എക്സ്പെൻസ് എല്ലാം നിലനിൽക്കുന്നുണ്ടാവും. വാട്ടർ ബില്ലടയ്ക്കണം, KSE ബില്ലടയ്ക്കണം, മറ്റ് ചിലവുകൾ, വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അതിനുള്ള എക്സ്പെൻസ്, ഇത് നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻകം ഉള്ളപ്പോൾ പോലും ഇത്തരം ചെറിയ ഒരു എമൗണ്ട് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അഫോർഡബിൾ ആകുന്നില്ലെങ്കിൽ, നമ്മൾ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിലെ എക്സ്പെൻസുകൾ എങ്ങനെ അഫോർഡബിൾ ആവും? ഞാൻ ഇങ്ങനെയുള്ള ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കുക. ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആരും മരിച്ചു പോകുന്നില്ല. അതേസമയം ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കി ആ ക്യാഷ് അല്ലെങ്കിൽ അതൊന്ന് സേവ് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിന് നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങളത് സേവ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ ഇല്ലാതെ വരുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ഇല്ലാതെ വരുന്ന അവസ്ഥയിലോ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു നേരത്തെ ഫുഡെങ്കിലും അതുകൊണ്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. നിങ്ങളില്ലെങ്കിലും അവർക്ക് ഫുഡ് ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരുന്നവർ ഒന്ന് ചിന്തിക്കുക. അതിനുശേഷം വ്യക്തമായ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവരുടെ ഫുഡിന് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും അഡ്വൈസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.